ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഉഹദാന ലിറ്ററിക്കൽ ക്വിസിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ കാണുന്നത് സ്വർഗവാസികളുടെ സമാധാനവും ഭൂവാസികളുടെ പ്രത്യാശയുമായ മിശിഹായെ എന്ന പ്രാർത്ഥനയും അതിനുശേഷം വരുന്ന സങ്കീർത്തനവും പിന്നീട് വരുന്ന ധൂപാർപ്പണവുമാണ്. നമുക്ക് അതിനെപ്പറ്റി വിശദമായിട്ട് കാണുവാനായിട്ട് ശ്രമിക്കാം. ഈ മൂന്ന് പ്രാർത്ഥനകളും സുറ മലബാർ സഭയുടെ പരിശുദ്ധ കുർബാനയിൽ ദിവ്യകാരുണ്യ സ്വീകരണത്തിന് മുമ്പ് അതിനൊരുക്കമായിട്ട് നടത്തുന്ന പ്രാർത്ഥനകളുടെ ഭാഗമാണ്. ഈ ഒരുക്കം തന്നെ രണ്ട് വിധത്തിൽ നമുക്ക് കാണാം. അനാഫറയോടുകൂടി അപ്പവും വീഞ്ഞും നമ്മുടെ കർത്താവിൻ്റെ ശരീരരക്തങ്ങളാക്കി പൂർത്തിയാക്കപ്പെടുന്നു. അതിനുശേഷം ഉടനെ സംഭവിക്കുന്ന പ്രാർത്ഥനകളാണ് അല്ലെങ്കിൽ കർമ്മങ്ങളാണ് ഇവ മൂന്നും. അനാഫറയ്ക്ക് ശേഷം പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് വേണ്ടി ദിവ്യകാരുണ്യ സ്വീകരണ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. രണ്ട് വിധത്തിലുള്ള ഒരുക്കങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഒന്നാമത്തേത് ദൈവ ഐക്യ ശുശ്രൂഷയും മറ്റേത് വിഭജന ശുശ്രൂഷയുമാണ്. ദൈവൈക്യ ശുശ്രൂഷ തന്നെ വിഭജന ശുശ്രൂഷയ്ക്ക് മുൻപിലും പിൻപിലുമായി രണ്ട് ഭാഗങ്ങളായി അതിനെ വേർതിരിച്ചാണ് നമ്മുടെ കുർബാനയിൽ നൽകപ്പെട്ടിരിക്കുന്നത്. ദൈവൈക്യ ശുശ്രൂഷയുടെ ഒന്നാം ഭാഗം വിഭജന ശുശ്രൂഷയ്ക്ക് മുമ്പും രണ്ടാം ഭാഗം വിഭജന ശുശ്രൂഷയ്ക്ക് ശേഷവുമാണ്. ദൈവൈക്യ ശുശ്രൂഷയുടെ ആദ്യ ഭാഗത്തെ പ്രാർത്ഥനകളാണ് നമ്മളിപ്പോൾ പഠന വിഷയമാക്കുന്നത്. ഇതോടനുബന്ധിച്ച് മറ്റൊരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ സഭയുടെ പുരാതനമായിട്ടുള്ള ക്രമത്തിലെ പാപമോചന രീതി എന്താണ് എന്നുള്ള കാര്യം. നമ്മുടെ സഭയ്ക്ക് തനതായിട്ടുള്ള ഒരു പാപമോചന ക്രമം ഉണ്ടായിരുന്നു. ഹൂസായ ക്രമം, റൈറ്റ് ഓഫ് ഹൂസായ. ഹുസായ എന്നാൽ ഫൊർഗീവ്നെസ് എന്നർത്ഥം, പാപമോചനം. പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിൽ രണ്ട് വിധത്തിലുള്ള പാപമോചന ക്രമമാണ് ഉണ്ടായിരുന്നത്. ജനറൽ റൈറ്റും ഒരു സ്പെഷ്യൽ റൈറ്റും. ജനറൽ റൈറ്റ് നമ്മൾ സാധാരണഗതിയിൽ പൊതുക്രമം സാധാരണഗതിയിൽ കാണുന്നത് പരിശുദ്ധ കുർബാനയുടെ അർപ്പണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. സ്പെഷ്യൽ റൈറ്റ് പ്രത്യേകമായിട്ടുള്ള ക്രമം ഓരോ ഇൻഡിവിജ്വലായിട്ടുള്ള വ്യക്തികൾക്കും അവരുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപമോചനം നൽകുന്ന, അബ്സല്യൂഷൻ നൽകുന്ന ക്രമമാണ് സ്പെഷ്യൽ റൈറ്റ് എന്ന പേരിൽ നാം മനസ്സിലാക്കുന്നത്. ഇൻഡിവിജ്വലായിട്ടുള്ളവർക്ക്, അതായത് വ്യക്തിപരമായിട്ട് നൽകുന്ന ആ ഒരു പാപമോചന ക്രമം വലിയ പാപികൾക്ക്, വലിയ പാപം ചെയ്ത, മാരകപാപം ചെയ്ത വ്യക്തികൾക്ക് നൽകുന്ന ക്രമമാണ്. ഉദാഹരണമായി ദൈവനിഷേധം, മതത്യാഗം, വ്യഭിചാരം, കൊലപാതകം തുടങ്ങിയ ഗ്രാവിറ്റി കൂടിയ മാരകമായിട്ടുള്ള പാപങ്ങൾ ചെയ്ത വ്യക്തികൾക്ക് പാപമോചനം നൽകുന്നതിന് വേണ്ടിയാണ് ഈ പ്രത്യേക ക്രമം ഉപയോഗിക്കുന്നത്. ജനറലായിട്ടുള്ള ചെറുപാപങ്ങൾ, ലഘുവായ പാപങ്ങൾ എല്ലാം മോചിക്കുന്നതിന് ജനറലായിട്ടുള്ള ക്രമമാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത്. അത് പരിശുദ്ധ കുർബാനയുടെ ഭാഗം തന്നെയാണ്. ആ ഒരു കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ഈ ദൈവൈക്യ ശുശ്രൂഷ, ദൈവവും മനുഷ്യനും തമ്മിൽ ഉള്ള ആ അകൽച്ച, പാപം ചെയ്തതുമൂലമുണ്ടായ അകൽച്ചയെ മാറ്റി സ്നേഹത്തിൽ, ഐക്യത്തിൽ വീണ്ടും ഒന്നിപ്പിക്കുന്ന ക്രമം കൂടിയാണ് ഈ ദൈവൈക്യ ശുശ്രൂഷയിൽ നടക്കുന്നത്. വ്യക്തിക്ക് പാപമോചനം നൽകുമ്പോൾ റൈറ്റ് ഓഫ് ഹൂസായയുടെ ക്രമത്തിൽ ഈ വ്യക്തിയുടെ പാപമോചനം സ്വീകരിക്കേണ്ട വ്യക്തിയുടെ നെറ്റിയിൽ വിശുദ്ധ സ്ലീവായുടെ അടയാളം വരച്ചുകൊണ്ടാണ് അവന് പാപമോചനം നൽകുന്നത്. അപ്പോൾ ആ വിശുദ്ധ സ്ലീവായുടെ അടയാളം വരച്ച് അവനെ പാപമോചനം നൽകി സഭാകൂട്ടായ്മയിലേക്ക്, അവനെ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് അവനെ പ്രവേശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ അത് ആ ഒരു ക്രമമാണ് നമ്മുടെ ഈ ധൂപാർപ്പണ പ്രാർത്ഥനയിൽ അതിൻ്റെ ഒരു നവീകരിച്ച രൂപമാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഇന്ന് ഉപയോഗിച്ചുകൊണ്ട് ധൂപാർപ്പണ ശുശ്രൂഷകൾ നടത്തുന്നത്. അപ്പോൾ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ, പ്രത്യേകിച്ച് തിരുശരീരം മറ്റുള്ളവർക്ക്, ജനങ്ങൾക്കെല്ലാവർക്കും നൽകുന്നതിന് വേണ്ടി അത് വിഭജിക്കുന്ന വിഭജന ശുശ്രൂഷ, റൈറ്റ് ഓഫ് ഫ്രാക്ഷൻ, ഈ നമ്മൾ കാണുന്ന പ്രാർത്ഥനയ്ക്ക് തൊട്ട് ശേഷമാണ് നടക്കുന്നത്. വിഭജനത്തിന് മുമ്പുള്ള പുരോഹിത പ്രാർത്ഥനയാണ് നമ്മൾ ആദ്യം കാണുന്ന സ്വർഗവാസികളുടെ സമാധാനവും ഭൂവാസികളുടെ പ്രത്യാശയുമായ മിശിഹായെ എന്നുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ നമ്മുടെ കർത്താവിനെ സമാധാനമായിട്ടാണ് സൂചിപ്പിക്കുന്നത്. സ്വർഗവാസികൾക്ക് സമാധാനവും ഭൂവാസികൾക്ക് പ്രത്യാശയും നൽകുന്നവനാണ് നീ, ആ കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ മിശിഹായെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ ആ പ്രാർത്ഥനയുടെ കണ്ടൻറ്റ് തന്നെ ദൈവവും മനുഷ്യനും തമ്മിൽ രമ്യതയിലാക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്? ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും, ലോകത്തെല്ലായിടത്തും നിൻ്റെ ശാന്തിയും സമാധാനം ഉണ്ടാകണം. വിശേഷ്യ
പരിശുദ്ധ കത്തോലിക്കാ സഭയിലും നിൻ്റെ ശാന്തിയും സമാധാനവും ഉണ്ടാകണം. സഭയും രാഷ്ട്രവും തമ്മിൽ ഐക്യത്തിൽ പോകുവാനായിട്ടുള്ള കൃപ നൽകണം. യുദ്ധങ്ങൾ ഈ ലോകത്തിൽ നിന്ന് ഒഴിവാക്കണം. യുദ്ധപ്രിയരായി ഭിന്നിച്ചു നിൽക്കുന്ന ജനതകളെ ചിതറിക്കണം. തിന്മയുള്ളവരെ ചിതറിച്ച് കളയുക. ദൈവത്തിന് എതിരായിട്ട് നിൽക്കുന്നവനെ, ദൈവസ്നേഹത്തിൽ നിന്നും മാറി നിൽക്കുന്നവനെ ചിതറിച്ച് കളയണമേ. അവരെ അകറ്റിക്കളയണമേ. അവരുടെ തിന്മ അവരുടെ മനസ്സിൽ നിന്ന് മാറ്റി അവരെ വിഭജിച്ച് കളയണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അതിനുശേഷം പറയുകയാണ്, വിനയത്തിലും ദൈവഭയത്തിലും സമാധാനപൂർവകവും ശാന്തവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങൾക്ക് എല്ലാവർക്കും സമാധാനവും ശാന്തവുമായിട്ടുള്ള ജീവിതം നയിക്കുവാനുള്ള കൃപയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നീട് ഒരു സങ്കീർത്തന വചനം ചേർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്ക് ഈ കൃപയൊക്കെ ഉണ്ടാകുക എന്നുള്ളതല്ല, അതിനേക്കാൾ വലുതായിട്ടുണ്ടാകേണ്ടത് നിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ, നിനക്ക് സ്തുതി ഉയരട്ടെ എന്നുള്ള കാര്യമാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് സങ്കീർത്തനമാണ്. 2 സങ്കീർത്തനങ്ങളാണ് നൽകിയിരിക്കുന്നത്. സങ്കീർത്തനം 51 സങ്കീർത്തനം 123 നൽകിയിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒന്നാണ് നമ്മൾ സാധാരണ പരിശുദ്ധ കുർബാനയിൽ ചൊല്ലാനായിട്ട് നൽകപ്പെട്ടിരിക്കുന്നത്. 15-ാം നൂറ്റാണ്ടിലെ കയ്യെഴുത്ത് പ്രതികൾ മുതൽ ഈ സങ്കീർത്തനങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതും ദൈവവും മനുഷ്യനും തമ്മിൽ യോജിപ്പിൽ ഉണ്ടാകുന്നതിന് വേണ്ടി, ദൈവൈക്യം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. പാപങ്ങൾ കഴുകിക്കളയണമേ, ക്ഷമിക്കണമേ എന്നുള്ളതാണ് ഈ 2 സങ്കീർത്തനത്തിൻ്റെയും കണ്ടൻറ്റ്. അതിൽ ഞങ്ങളോട് കരുണയുണ്ടാകണമേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ അപരാധങ്ങൾ നിശേഷം കഴുകിക്കളയണമേ, പാപങ്ങളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ, തെറ്റുകളും പാപങ്ങളും എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്, ഞാൻ പാപം ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണമേ, എന്നെ സോപ്പാകൊണ്ട് തളിക്കണമേ, അങ്ങനെ ഞാൻ ശുദ്ധിയുള്ളവനാകട്ടെ. 2-ാമത്തെ സങ്കീർത്തനത്തിൽ പറയുന്നത്, എന്നോട് കരുണ തോന്നണമേ, കരുണ തോന്നുന്നതുവരെ ഞങ്ങൾ അങ്ങയുടെ കണ്ണുകൾ അങ്ങയെ തന്നെ നോക്കിയിരിക്കും, ഞങ്ങളോട് കരുണ തോന്നണമേ. ദൈവത്തിൻ്റെ കരുണ യാചിച്ചുകൊണ്ട് സങ്കീർത്തനം ആലപിച്ച് പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ധൂപാർപ്പണമാണ്. അത് വിഭജന ശുശ്രൂഷയ്ക്ക് തൊട്ട് മുമ്പുള്ള കാര്യമാണ്. ഇമ്മീഡിയറ്റ് പ്രിപ്പറേഷൻ ഫോർ ദ ഫ്രാക്ഷൻ ഓഫ് ദ ബോഡി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ ഇമ്മീഡിയറ്റ് പ്രിപ്പറേഷനാണ് അവിടെ നടക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ധൂപം ശുശ്രൂഷി കൊണ്ടുവരുന്നു, ധൂപത്തെ ആശീർവദിക്കുന്നു. വാഗ്ദാന പേടകത്തിന് താൽക്കാലിക കൂടാരത്തിൽ അഹ്റോൻ അൽപ്പിച്ച ധൂപം പോലെ ഈ പ്രാർത്ഥനയും ധൂപവും നിൻ്റെ പ്രസാദത്തിൻ്റെ കാരണമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. പിന്നീട് കാർമ്മികൻ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ പഴയ ഹൂസായ ക്രമവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അവിടെ ധൂപകലശത്തിൽ നിന്നും ധൂപം കുരിശാകൃതിയിൽ സ്വീകരിച്ചുകൊണ്ടാണ് പാപമോചനം നേടുന്നത്. അതുപോലെ കാർമ്മികൻ ഇവിടെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ധൂപകലശത്തിൽ നിന്നും ധൂപം കുരിശാകൃതിയിൽ തൻ്റെ ശരീരത്തോട് സ്വീകരിക്കുകയാണ്. ഇപ്രകാരം കുരിശാകൃതിയിൽ സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പാപമാലിന്യങ്ങൾ കഴുകി അങ്ങയുടെ സ്നേഹത്തിൻ്റെ ദിവ്യ പരിമളത്താൽ എന്നെ പൂരിതനാക്കണം, എൻ്റെ പാപങ്ങളെല്ലാം കഴുകി എന്നെ പൂരിതനാക്കണമേ. വഴിതെറ്റിപ്പോയെ ഞങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തിയ നല്ല ഇടയാ, എനിക്കറിയാവുന്നതും അറിഞ്ഞുകൂടാത്തതുമായ എൻ്റെ കടങ്ങളും പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ. എൻ്റെ കടങ്ങളും പാപങ്ങളും എന്നോട് ക്ഷമിച്ച് എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും പ്രാർത്ഥിക്കുകയാണ്, അങ്ങയുടെ ബലിപീഠത്തിന് മുമ്പിൽ നിൽക്കുന്ന ഈ ശുശ്രൂഷയെ വിശുദ്ധിയുടെ പരിമളത്താൽ പൂരിതനാക്കണമേ. വീണ്ടും പ്രാർത്ഥിക്കുന്നു, ഇവിടെ അങ്ങയുടെ കാരുണ്യം പ്രത്യാശാപൂർവ്വം കാത്തിരിക്കുന്ന ജനത്തെ പരിമളപൂരിതരാക്കണമേ. ദൈവത്തിൻ്റെ കരുണ യാചിച്ചുകൊണ്ട്, പാപമോചനം യാചിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ ജനത്തെ എല്ലാവരെയും വിശുദ്ധിയുടെ പരിമളത്താൽ പൂരിതരാക്കണമേ, അവർക്ക് വിശുദ്ധി നൽകണമേ. പിന്നീട് അവസാനം കാർമ്മികൻ ബലിപീഠത്തിലേക്ക് തിരിഞ്ഞ് കരങ്ങൾ നീട്ടിക്കൊണ്ട് വരികയാണ്. മിശിഹായുടെ തിരുക്കല്ലുള്ള സദൃശവും അവിടുത്തെ സിംഹാസനവുമായ ബലിപീഠത്തെയും പാപമോചകങ്ങളായ തിരുശരീരക്തങ്ങളെയും പരിമളപൂരിതമാക്കണമേ. മറ്റുള്ളവടത്തെല്ലാം വിശുദ്ധിയുടെ പരിമളം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധരാക്കണമേ, പാപങ്ങൾ മോചിച്ച് വിശുദ്ധരാക്കണമേ എന്ന് ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നിടത്തും, ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നിടത്തും, കാർമ്മികൻ എനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നിടത്തും വിശുദ്ധി നൽകണമേ എന്നുള്ള കണ്ടന്റ് ഉണ്ടായെങ്കിൽ, ബലിപീഠത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ബലിപീഠത്തിലേക്ക് കരങ്ങൾ വീശി ധൂപിക്കുമ്പോഴും തിരുശരീര രക്തങ്ങളെ ധൂപിക്കുമ്പോഴും അവയെ പരിമളപൂരിതമാക്കണമേ എന്ന് മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്. ഈ പ്രാർത്ഥന ചൊല്ലിക്കഴിയുമ്പോൾ അതിന് പകരമായിട്ടുള്ള മറ്റൊരു പ്രാർത്ഥന കൊടുത്തിട്ടുണ്ട്. അത് ഈ കർമ്മങ്ങളെല്ലാം ഒന്നിച്ച് നടത്തുകയും ഒരൊറ്റ പ്രാർത്ഥനയിൽ അവസാനിപ്പിക്കുകയും ചെയ്യാവുന്ന ഒരു രീതി നമ്മൾ ടെക്സ്റ്റ് നൽകിയിട്ടുണ്ട്. കർത്താവായ ദൈവമേ, അങ്ങയുടെ കാരുണ്യം പ്രത്യാശാപൂർവ്വം കാത്തു നിൽക്കുന്ന ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും മോചിച്ച് അങ്ങയുടെ വിശുദ്ധിയുടെ പരിമളത്താൽ ഞങ്ങളെ പൂരിതരാക്കണമേ എന്ന ഒരൊറ്റ പ്രാർത്ഥനയിൽ അത് ചൊല്ലാവുന്നതുമാണ്. പക്ഷേ നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ എല്ലാ ദേവാലയങ്ങളിലും പൊതുവെ വലിയ ക്രമമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത്
പാപമോചന ക്രമത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ ധൂപാർപ്പണം. ആ ധൂപാർപ്പണത്തിലൂടെ വിശുദ്ധീകരിക്കപ്പെടുവാനായിട്ട് പ്രാർത്ഥിക്കുകയാണ്. തുടർന്ന് കാർമികൻ വിഭജന ശുശ്രൂഷയിലേക്ക് കടക്കുകയാണ്. വിഭജന ശുശ്രൂഷ മറ്റൊരു എപ്പിസോഡിലാണ് നമ്മൾ കാണുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.